നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, ഓ ദാ ഇത് ആ ഡ്രോയറിലേക്ക് വെക്ക്. വല്ലവനും കൊണ്ടുപോയി തിന്നേനെ. ഈ സന്ദീപ് കൂടെ ഉണ്ടായിരുന്നോണ്ട് പൈസ പോയില്ല. എന്തിട്ട് വെച്ചാ? ബാങ്കിൽ നിന്ന് ഞാൻ ഈ പണം എടുത്തോണ്ട് ഇറങ്ങുമ്പോ എങ്ങാണ്ടെന്ന് ഒരുത്തന് ഹെൽമെറ്റും വെച്ച് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഈ ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഒറ്റ ഓട്ടം. അയ്യോ, എന്നിട്ട് ഈ സന്ദീപ് ഉണ്ടല്ലോ, ഇവൻ ആ ചെറുക്കനെ ഓടിച്ചിട്ട് പിടിച്ചു. അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. 1-2 രൂപയല്ല, 1.5 ലക്ഷം രൂപയാ തട്ടിക്കൊണ്ട് പോയത്. ശേഖര, ഒരു ഗ്ലാസ് പാലിങ്ങെടുത്തേ. ദാ, നീ ഇത് വെച്ചോ. അല്ല, വേണ്ട, നീ ഇത് മുഴുവൻ വെച്ചോ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാശ് മുഴുവൻ പോയേനെ. നീ ഇത് വെച്ചോ. വേണ്ട ചേട്ടാ, അതൊന്നും വേണ്ട. ചേട്ടൻ ഇപ്പൊ എന്റെ മുതലാളിയല്ലേ. മുതലാളിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തൊഴിലാളിക്കില്ലേ? അതാ ഞാൻ ചെയ്തത്. ചേട്ടനാണ് ഹീറോ ആണല്ലോ. ചേട്ടന്റെ ആ പെർഫോമൻസ് അതെനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. കണ്ടിരുന്നെങ്കിലേ ഞാൻ അത് വെച്ചൊരു റീൽ എടുത്തേനെ. ഇനിയിപ്പോ സന്ദീപ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഈ മുതലാളിയുടെ സംരക്ഷകനായി. ഇന്നിപ്പോ ഇവൻ എന്റെ ബോഡി ഗാർഡ്, നാളെ മോളുടെ ബോഡി ഗാർഡായിരിക്കും. അന്ന് സന്ദീപിന്റെ പെർഫോമൻസ് നേരിട്ട് കാണാം. എന്താ അല്ലേ സന്ദീപ്? ആ, കൊണ്ടുവാ പാല്. അയ്യോ, പാല് കുടിക്കില്ല അല്ലേ? അങ്ങനെ പറയരുത്. എന്റെ ഒരു സന്തോഷത്തിന് നീ ഇത് കുടിക്കണം. അയ്യോ, പിടിച്ചു കുടിമോനെ, കുടിക്കേ. കുടിക്കുമോനെ. മുപ്പത്തഞ്ച് വർഷമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട് ഇന്നും വരെ ഒരുത്തരും പിടികൊടുത്തിട്ടില്ല. ആർക്കും പിടിക്കാൻ സാധിച്ചിട്ടുമില്ല. അതാണ്ടാ തൊഴിലിനോടുള്ള ആത്മാർത്ഥത. എപ്പോഴാണോ നമ്മുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത നഷ്ടപ്പെടുന്നത്, അപ്പോ നമ്മുടെ മനസ്സ് പാളും. മനസ്സും കണ്ണും കൈയും എപ്പോഴും ഒരുപോലെ നിൽക്കണം. ഒന്നു പാടിയാൽ എല്ലാം പോയി. അങ്ങനെ വരുമ്പോൾ പിടിക്കപ്പെടാതെ വേറെ വഴിയില്ല. നിന്റെ മനസ്സ് വഴിമാറി തുടങ്ങി, അതാണ് പിടിക്കപ്പെട്ടത്. ഇത്തവണ വലിയ ദോഷം സംഭവിക്കാതെ പുറത്തു വരാൻ പറ്റി. എന്തോ ഒരു ആവേശത്തിൽ നീ ചെയ്തതാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റി. ഇനി ഒരു തവണ കൂടി പോലീസിന്റെ കൈപ്പെട്ടാൽ നീ കള്ളനാ, കുറ്റവാളിയാ. ആ പേരിൽ നിന്ന് ജീവിതകാലം മുഴുവൻ മോചനം ഉണ്ടാവില്ല. മനസ്സിലായോ? ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, ശ്രദ്ധ പാളിയാൽ ഉപേക്ഷിക്കണം. അശ്രദ്ധമായ ശ്രമം അപകടത്തിൽ അവസാനിക്കൂ. ആവേശപൂർവമല്ല, തന്ത്രപൂർവമാണ് ഒരു കള്ളൻ പ്രവർത്തിക്കേണ്ടത്. ആവേശം കൂടിയാൽ അത് അപകടത്തിൽ അവസാനിക്കൂ. നിന്നെ ഇറക്കാൻ കുറച്ച് പണം കൊടുക്കേണ്ടി വന്നു. സാരമില്ല. ശാന്തമായിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പുതിയ ശ്രമങ്ങൾ നടത്തിയാൽ മതി, വിജയിക്കും. നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നവരുടെ കൂടെ ആരുമില്ലെന്ന് ഉറപ്പാക്കിയിട്ട് വേണം പിടിച്ചുപറിക്കാനും മറ്റും ഇറങ്ങേണ്ടത്. കരുതൽ വേണം, കരുതൽ. ഒരു കരുതലുമില്ല. ഇനി ഈ പണിക്ക് ഇറങ്ങുന്നുമില്ല. പോരെ എടാ, ഓരോന്ന് പറഞ്ഞ് നിന്നെ പെരുകേറ്റി വിടും. എന്നിട്ടെന്തെങ്കിലും കൈപ്പിഴ വന്നാ അടിച്ച് കവിള് പൊട്ടിക്കും. കൂലിവേലെടുത്ത് ജീവിച്ചാ പോലും സമാധാനം ഉണ്ടാവും. അന്യന്റെ മുതൽ മോഹിക്കുന്നതും അത് കട്ടെടുക്കുന്നതും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇനിയെങ്കിലും മനസ്സിൽ ഉറപ്പിക്കേ.